പുഷ്പ സിനിമയുടെ രണ്ടാം ഭാഗത്തിന്റെ പ്രീമിയറിനിടെയുണ്ടായ അപകടത്തിൽ യുവതി മരിച്ച സംഭവത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നടൻ അല്ലു അർജുന പോലീസിന്റെ നോട്ടീസ്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം. ചിക്കടപ്പള്ളി പോലീസാണ് നോട്ടീസ് അയച്ചത്. വിവരങ്ങളുമായി രാജേഷ് ചേരുന്നു. രാജേഷ്, പുഷ്പ 2 സിനിമയുടെ റിലീസിനിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നത്. ഈ അപകട ദിവസം യുവതി മരിച്ചത് അല്ലു അർജുൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ആദ്യം ഒരു വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് നടന്ന അന്വേഷണത്തിൽ അല്ലു അർജുൻ ആ ഒരു സംഭവ സമയത്ത് തന്നെ ഈ ഒരു യുവതി മരിച്ച വിവരം അറിഞ്ഞിരുന്നു എന്നതടക്കം വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? വൃന്ദ പറഞ്ഞ പോലെ തന്നെ പുഷ്പ 2 റിലീസിനിടെ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെതിരെ ഒരു കുരുക്ക് മുറുക്കുകയാണ് ഹൈദരാബാദ് പോലീസ്. അതിന്റെ ഭാഗമായിട്ട് നടനെ പ്രതിരോധത്തിലാക്കുന്ന കേസിൽ പോലീസിനെ സഹായിക്കുന്ന ഒരു പുതിയ CCTV ദൃശ്യം കൂടി പോലീസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. കൂടാതെ ഒരു വാർത്താ സമ്മേളനവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. ഇതെല്ലാം കേസിനെ പോലീസിനെ കൂടുതൽ സഹായിക്കുകയും നടൻ അല്ലു അർജുനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നരഹത്യ കേസിൽ ചോദ്യം ചെയ്യലിനായി നടൻ അല്ലു അർജുനെതിരെ വീണ്ടും ഒരു പുതിയ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഹൈദരാബാദ് പോലീസ്. ഇന്ന് രാവിലെ 11 മണിയോടെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നടനോട് പോലീസ് ആവശ്യപ്പെട്ടത്. ഇതിൽ ഇന്നലെ പുറത്തുവിട്ട CCTV ദൃശ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നടനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ഈ CCTV ദൃശ്യത്തിന്റെ അപ്പുറം മറ്റൊരു നടൻ നൽകുന്ന മൊഴിയിലെ വൈരുദ്ധ്യം കണക്കിലെടുത്ത് കേസിൽ കൂടുതൽ പോലീസിന് ബലം പകരും എന്നൊരു തിരിച്ചറിവാണ് കൂടുതൽ അല്ലു അർജുനെതിരെ വീണ്ടും നോട്ടീസ് അയക്കാനുള്ള കാരണം. നമ്മൾ കേസ് പരിശോധിച്ചാൽ അറിയും, ഡിസംബർ 4-നാണ് പുഷ്പ 2-ന്റെ ഒരു റിലീസ്. അന്ന് രാവിലെ 4 മണിയോടെ നടൻ ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലേക്ക് വരികയും ഒരു വലിയ ആൾക്കൂട്ടം, ഈ ആൾക്കൂട്ടത്തിൽപ്പെട്ട് തിക്കിലും തിരക്കിൽപ്പെട്ട് ഒരു രേവതി എന്നൊരു 39 വയസ്സുകാരി മരണം സംഭവിക്കുകയും മകന് ഒരു ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മരിച്ച യുവതിയുടെ ഭർത്താവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടനെതിരെയും തിയേറ്റർ ഉടമയ്ക്കെതിരെയും സെക്യൂരിറ്റി ജീവനക്കാർക്കെതിരെയും മറ്റ് ഡിജിറ്റൽ പ്രൊജക്ട് ഏജന്റ്, ഈ നടന്റെ സെക്യൂരിറ്റി സുരക്ഷാ ജീവനക്കാർ എന്നിവർക്കെതിരെയെല്ലാം കേസെടുത്തിരുന്നു. എന്നാൽ കൂടുതൽ വിമർശനങ്ങൾ കേസെടുത്ത പോലീസിനെതിരെ കൂടുതൽ വിമർശനങ്ങൾ വന്നപ്പോൾ നടനെതിരെയും കേസെടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെയാണ് ഡിസംബർ 13-ന് നടൻ അറസ്റ്റിലാകുന്നത്. നടന്റെ വസതിയിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അന്ന് നടന് വലിയൊരു പിന്തുണ സോഷ്യൽ മീഡിയ അടക്കം ഒരു വലിയ പിന്തുണ ലഭിച്ചിരുന്നു. ഈ പിന്തുണ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു മുൻകൂർ ജാമ്യത്തിനായി നടൻ ഹൈക്കോടതി അപേക്ഷിക്കുകയും ഇതിനെ എതിർത്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് വരികയും ചെയ്തു. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അടക്കം സമൂഹ മാധ്യമങ്ങളിലൂടെയും നിയമസഭയിലടക്കം നടനെതിരെ വലിയൊരു പ്രതിഷേധം, നടനെ പ്രതിരോധിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ചാണ് നടനെതിരെ മുന്നോട്ട് വന്നത്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെ കേസിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനായി നടനെതിരെ ഇന്നൊരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇന്ന് 11 മണിയോടെ നടൻ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നടനോട് പോലീസ് ആവശ്യപ്പെടുന്നത്. ഇന്ന് നടനെ ചോദ്യം ചെയ്യുന്ന മൊഴിയും CCTV ദൃശ്യവും എല്ലാം തന്നെ സംയോജിപ്പിച്ച് നടനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാകും തെലങ്കാന പോലീസിന്റെ ഒരു ശ്രമം. കൂടുതൽ 11 മണിയോടെ നടൻ ഹാജരാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വരും മണിക്കൂറിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വൃന്ദ. ശരി, രാജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.